നമസ്കാരം. ഈ അടുത്ത നാളിലായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം. പ്രധാനമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. അതിനുശേഷം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി വലിയ ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ട്. CPM പറയുന്നത് അവരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നും BJP പറയുന്നത് അവരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നും. എന്നാൽ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇവിടെ വരാനുള്ള കാരണമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി BJPക്കാർക്കും, എന്നാൽ അതിൻ്റെ സാന്നിധ്യമായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആൾക്കാരും പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ ട്രോളും തിരിച്ചുള്ള ട്രോളും ഒക്കെ കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്താ പറയുക, രാഷ്ട്രീയമായിട്ട് മൈലേജ് ഉണ്ടായി എന്നത് സത്യമാണ്. ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ BJPക്കും. അതിൽ ഉള്ളൊരു കൊതിക്കറിവ് കൊണ്ടാണോ എന്തോ വലിയ കരച്ചിലാണ് ഈ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഏതോ ഒരു വിരുദ്ധനായിട്ടുള്ളൊരു ട്രോളൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതിങ്ങനെയാണ്: വിഴിഞ്ഞം ആ തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആകാശത്ത് കാണപ്പെട്ട ഒരു രൂപമാണത്. നാസയിലെ അൾട്രാ ഡിംഗോൾഫി ക്യാമറ അത് ഒപ്പിയെടുത്തതാണ് എന്ന തരത്തിലാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഒരു രൂപമാണ്, മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി ഉമ്മൻചാണ്ടിയുടെ രൂപത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് വലിയ രീതിയിൽ വൈറലാവുകയാണ്. പലരും ഇത് സത്യമാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഒരു പുണ്യാളിൻ്റെ ലെവലിലേക്ക് പലരും എടുത്തു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാൻ ആളുകൾ ചെല്ലുന്നു, അവിടെ മെഴുകുതിരി കത്തിക്കുന്നു. അപ്പോൾ അത് ആ ഒരു പാരലൽ വേൾഡിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ചിത്രവും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത്. ചിലരൊക്കെ ഇത് ശരിക്കും ആകാശത്ത് കാണപ്പെട്ട രൂപമാണ് എന്ന തരത്തിലാണ്, എന്നാൽ ഇത് ട്രോളാൻ വേണ്ടി ചെയ്തതാണ് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ കടന്നിട്ട് ക്രെഡിറ്റിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 6 പതിറ്റാണ്ടോളം 10-60 വർഷത്തോളം എതിരാളികൾ പോലുമില്ലാതെ ഭരിച്ചതാണ് അവർ, കേന്ദ്രം ഭരിച്ചതാണ്. ആ സമയത്ത് പലതവണയായിട്ട് ഇവിടെ തുടർച്ചയായിട്ടും അവർ ഭരിച്ചിട്ടുണ്ട്. പലതവണയായിട്ട് കേരളവും കോൺഗ്രസ് ഭരിച്ചതാണ്. ആ കാലയളവിൽ എപ്പോഴെങ്കിലും അവർക്കിത് സാധിച്ചെടുക്കാമായിരുന്നു. അന്നിത് അവർ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന് പോലും ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇവിടെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള ചർച്ച ഈ അടുത്ത കാലത്തും തുടങ്ങിയതല്ല. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടേ ആ വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റിയുള്ള ചർച്ചയും പലതും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ രാജഭരണകാലമുള്ള ആ സമയത്ത് പോലും ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളുണ്ടായിരുന്നു. പിന്നീട് ഇത് ജനാധിപത്യത്തിലേക്ക് വന്നതിന് ശേഷവും ഓരോ മന്ത്രിസഭ വരുമ്പോഴും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതയെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചർച്ചയും നടത്തിയിട്ടുണ്ട്. പലപ്പോഴും മന്ത്രിസഭ തീരുമാനമൊക്കെ എടുത്താണ്. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് അത് നടപ്പായത് ഇപ്പോഴാണെന്ന് മാത്രം. കേന്ദ്രത്തിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിസ്സാരമായിട്ട് അവർക്കത് പറ്റുമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇത് സാധ്യമാക്കിയപ്പോൾ ഞങ്ങളാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയും ഒപ്പം ഏതോ ഒരു ബിരുദനിട്ട ഉമ്മൻചാണ്ടിയുടെ രൂപം ആകാശത്ത് തെളിഞ്ഞു, കണ്ടോ ഉമ്മൻചാണ്ടിക്കാണ് ക്രെഡിറ്റ്, അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ രൂപത്തിൽ മേഘങ്ങൾ പോലും വന്ന് നിൽക്കുന്നത് എന്ന തരത്തിൽ ഈ പോസ്റ്റ് ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കരയുന്ന കോൺഗ്രസ്സുകാരെ നോക്കി സഹതപിക്കാൻ മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ.